KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് വീണ്ടും പിളർന്നു, വിമതർ പാർട്ടി വിട്ടു. JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യകുമാർ ജയിൽ മോചിതനായി. മഹല്ല് മദ്രസ ശാക്തീകരണത്തിനായി നാളെ സംസ്ഥാന വ്യാപകമായി മദ്രസാ ദിനം ആചരിക്കുന്നു, വിജയിപ്പിക്കണമെന്ന നേതാക്കൾ. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. പാണക്കാട് ചേർന്ന യോഗത്തിലാണ് പട്ടിക പുറത്തുവിട്ടത്. കോഴിക്കോട്ട് നിന്ന് ഗൾഫിലേക്കുള്ള വിമാന നിരക്ക് വർധന 3 ഇരട്ടി. എണ്ണവില ഇടിവിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന നിരക്ക് കുത്തനെ കുറഞ്ഞു. ചിലരുടെ അപകർഷതാബോധം പാർലമെന്റ് നടപടികളെ തടസ്സപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേളി ജാമിയ സഅദിയ അറബിയയ്ക്ക് യമൻ എംബസിയുടെ അംഗീകാരം. പ്രവാസികളെ കൊള്ളയടിക്കുന്ന വിമാന കമ്പനികളെ നിലക്കുനിർത്തണമെന്ന് SYS. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് പിളർന്നു. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ആന്റണി രാജു, ഡോക്ടർ KC ജോസഫ്, PC ജോസഫ് എന്നിവർ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങൾ രാജിവെച്ചു. KM മാണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചാണ് പിളർപ്പ്. വൈകിട്ട് വെവ്വേറെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും മാണിക്കെതിരെ രൂക്ഷ വിമർശനം ചൊരിഞ്ഞു. KM മാണി സ്വന്തം മകന്റെ താൽപര്യമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നുവെന്നാണ് കേരള കോൺഗ്രസിനെ ഒരിക്കൽ കൂടി പിളർത്തിയവരുടെ പരാതി. പാർട്ടിയിൽ ജനാധിപത്യം ഇല്ലാതെയായി, എല്ലാം മകനു വേണ്ടി എന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് പാർട്ടി വിടുന്നു, വിമതർ വ്യക്തമാക്കി. പാർട്ടിയെ ഒരു വാണിജ്യ സ്ഥാപനമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. അങ്ങനെ വാണിജ്യവൽക്കരണത്തിന് വേണ്ടി, വ്യവസായത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. കേരള കോൺഗ്രസ് സംഘ്പരിവാർ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ രഹസ്യമായി ശ്രമിക്കുന്നുവെന്നാണ് മറ്റൊരു ആരോപണം. UDF പരാജയപ്പെട്ട് കഴിയുമ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രി സ്ഥാനം നേടാനാണ് ജോസ് കെ മാണിയുടെ ശ്രമമെന്നും പാർട്ടി വിട്ടവർ പറയുന്നു. ഫെബ്രുവരി മാസം 2-ാം തീയതി രാത്രി അമിത്ഷായുടെ വീട്ടിൽ പോയി ശ്രീ ജോസ് കെ മാണി കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തിയത് ഇതിന്റെ ഭാഗമാണ്. മന്ത്രിയായിരുന്ന KM മാണി സുതാര്യമല്ലാത്ത നടപടികൾ എടുത്തുവെന്നും KM മാണി പറഞ്ഞത് വിശ്വസിച്ചാണ് ബാർക്കോഴ കേസിനെ ന്യായീകരിച്ചതെന്നും ആന്റണി രാജു വ്യക്തമാക്കി. UDFൽ തങ്ങൾക്ക് സീറ്റുകൾ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും സീറ്റിനു വേണ്ടിയല്ല പാർട്ടിയും മുന്നണിയും വിടുന്നതെന്നും പാർട്ടി വിട്ട നേതാക്കൾ വിശദീകരിച്ചു. ഏതെങ്കിലും വ്യക്തികൾ പോകുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരള കോൺഗ്രസ് UDFന്റെ അവിഭാജ്യ ഘടകമാണ്. കേരള കോൺഗ്രസുമായി UDFന് ഒരു പ്രശ്നവുമില്ല. UDF ഒറ്റക്കെട്ടാണെന്നും ഭരണനേട്ടം മുൻനിർത്തിയാണ് മുന്നണി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത JNU വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാർ ജയിൽ മോചിതനായി. 23 ദിവസത്തെ തടവിന് ശേഷമാണ് കനയ്യയെ മോചിപ്പിച്ചത്. അതേസമയം JNUവിൽ നടന്ന അഫ്സൽ ഗുരു അനുസ്മരണ പരിപാടിക്കിടെ കനയ്യകുമാറും ഉമർ ഖാലിദും ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് പുറത്തുവന്നു. ചില വിദ്യാർത്ഥികളും ക്യാമ്പസിന് പുറത്തുനിന്നുള്ളവരുമാണ് ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതെന്നും ഡൽഹി സർക്കാർ നിയോഗിച്ച മജിസ്ട്രേറ്റ് തല അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ മാസം 9-ന് JNU ക്യാമ്പസിൽ നടന്ന അഫ്സൽ ഗുരു അനുസ്മരണ പരിപാടിക്കിടെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന കനയ്യകുമാറും പരിപാടി സംഘടിപ്പിച്ച DSU എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായ ഉമർ ഖാലിദും ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലെന്നാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. കനയ്യകുമാർ മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിലുള്ള കൃത്രിമ വീഡിയോകൾ പുറത്തുവിട്ട മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഡൽഹി സർക്കാർ ഒരുങ്ങുകയാണ്. തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന കനയ്യകുമാറിന് JNU വിദ്യാർത്ഥികൾ സ്വീകരണമൊരുക്കിയിട്ടുണ്ട്. ഇന്നലെ ഡൽഹി ഹൈക്കോടതി 6 മാസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് മോചനം. JNU അധ്യാപകന്റെ ആൾജാമ്യം, 10,000 രൂപയുടെ ബോണ്ട് എന്നിവയാണ് ജാമ്യ ഉപാധികൾ. രാജ്യദ്രോഹ നടപടികൾക്കെതിരെ കർശന ഇടപെടൽ വേണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ചില വിദ്യാർത്ഥികൾ വിളിച്ച മുദ്രാവാക്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വരുന്നതല്ലെന്നും വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചു. 15 സിറ്റിംഗ് MLAമാരും 5 പുതുമുഖങ്ങളുമാണ് ആദ്യ പട്ടികയിൽ ഇടം നേടിയത്. 5 ലീഗ് മന്ത്രിമാരും സിറ്റിംഗ് സീറ്റുകളിൽ മത്സരിക്കും. വള്ളിക്കുന്ന്, കൊടുവള്ളി, കൊണ്ടോട്ടി മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങൾ ജനവിധി തേടും. പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തത്.
നമ്മുടെ ഈ അസംബ്ലിയിലേക്കുള്ള 20 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത്. കുറ്റ്യാടി, കുന്നമംഗലം, ഗുരുവായൂർ, ഇരവിപുരം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സീറ്റുകൾ കോൺഗ്രസുമായി വെച്ചുമാറിയേക്കുമെന്ന് സൂചനയുണ്ട്. സിറ്റിംഗ് എംഎൽഎമാരിൽ അബ്ദുസമദ് സമദാനി, KNA ഖാദർ, K മുഹമ്മദുണ്ണി ഹാജി എന്നിവർ ആദ്യ പട്ടികയിലില്ല. 4 സീറ്റ്, 1 കുറ്റ്യാടി, 2 കുന്നമംഗലം, ചിലപ്പോൾ സീറ്റ് മാറാം, ഗുരുവായൂര്, പിന്നെ ഇരവിപുരത്തിന് പകരം ഇരവിപുരം ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ 4 സീറ്റുകളിൽ സിറ്റിംഗ് സീറ്റിലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 4 സീറ്റുകളിൽ പിന്നീട് പ്രഖ്യാപിക്കുന്നതാണ് താങ്കൾ പറഞ്ഞത്. തിരൂരങ്ങാടിയിൽ PK അബ്ദുറബ്, വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടി, ഏറനാട് PK ബഷീർ, മഞ്ചേരിയിൽ M ഉമർ, പെരിന്തൽമണ്ണയിൽ മഞ്ഞളാംകുഴി അലി, MK മുനീർ കോഴിക്കോട് സൌത്തിലും മത്സരിക്കും. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിലരുടെ അപകർഷതാബോധം പാർലമെന്റ് നടപടികളെ തടസ്സപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിങ്ങളാണ് രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ വിത്ത് പാകിയത്. അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെപ്പോലും പിഴുതെറിയാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ വിജയത്തിന്റെ അടയാളമല്ലെന്ന് നാം സമ്മതിക്കണം. 60 കൊല്ലം കൊണ്ട് കോൺഗ്രസ് പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നെങ്കിൽ ഇന്നവർക്ക് ഈ ബുദ്ധിമുട്ട് വരില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സഭ തടസ്സപ്പെടുത്തരുതെന്ന രാഷ്ട്രപതിയുടെ ഉപദേശം പാലിക്കണം. ബില്ലുകൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ചരക്ക് സേവന നികുതി ബില്ല് കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. എന്നിട്ടും ഇപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കോഴിക്കോട്ട് നിന്ന് ഗൾഫിലേക്കുള്ള വിമാനത്തിന്റെ നിരക്ക് വർധന 3 ഇരട്ടി. വിമാന കമ്പനികളുടെ കൊള്ളയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട്. കോഴിക്കോട്ട് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്നും പകൽ കൊള്ള നടത്തുന്നു. വിമാന ടിക്കറ്റ് നിരക്ക് കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് ഉള്ളതിനേക്കാൾ 3 ഇരട്ടി വരെ അധികമാണ്. കോഴിക്കോട്ട് നിന്ന് അബുദാബിയിലേക്ക് ബുധനാഴ്ചത്തെ ടിക്കറ്റിന് എയർ ഇന്ത്യ 19,300 രൂപയാണ് ഈടാക്കിയത്. അതേസമയം കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് ഇതേ വിമാന കമ്പനിയുടെ ടിക്കറ്റിന് 6,200 രൂപ നൽകിയാൽ മതി. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ നിരക്ക് 11,500 രൂപ. കോഴിക്കോട്ട് നിന്ന് ദുബായിലേക്ക് എയർ ഇന്ത്യയുടെ ബുധനാഴ്ചത്തെ ടിക്കറ്റിന് 9,000 രൂപയാണ്. കൊച്ചിയിൽ നിന്ന് 6,000 രൂപയേയുള്ളൂ. ഒമാൻ എയറിന്റെ കോഴിക്കോട് മസ്കറ്റ് ഫ്ലൈറ്റിന്റെ നിരക്ക് 31,200 രൂപയാണ്. ഇതേ വിമാനത്തിന് കൊച്ചിയിൽ നിന്നുള്ള നിരക്ക് 16,600 രൂപ മാത്രം. 6 മാസം മുമ്പ് കോഴിക്കോട് വിമാനത്താവളത്തിൽ റൺവേ വികസന പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഇവിടെ നിന്നുള്ള എമിറേറ്റ്സ്, സൌദി എയർവേസ് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. യാത്രക്കാരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയും ഉള്ള വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തതോടെ വിമാന നിരക്ക് കുത്തനെ ഉയരാൻ തുടങ്ങി. കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് എത്തിഹാദ്, ഒമാൻ എയർ, സൌദി, ഖത്തർ എയർവേസ്, ജെറ്റ് തുടങ്ങിയ വിവിധ സ്വകാര്യ കമ്പനികൾ സർവീസ് നടത്തുന്നതിനാൽ കടുത്ത മത്സരമുണ്ട്. അതേസമയം കോഴിക്കോട്ട് നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഏറ്റവും കൂടുതൽ വിദേശ സർവീസുകൾ നടത്തുന്നത്. ഇതുകാരണം എയർ ഇന്ത്യയുടെ കുത്തക നിലനിൽക്കുന്നു. നിരക്കിൽ ഭീമമായ വർധനയ്ക്ക് പ്രധാന കാരണം ഈ കുത്തകയാണ്. പൊതുമേഖലാ വിമാന കമ്പനി തന്നെ യാത്രക്കാരെ കൊള്ളയടിക്കുന്ന നടപടി അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പ്രവാസികൾ ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. എന്നാൽ എണ്ണവില കുത്തനെ കുറഞ്ഞതോടെ ഗൾഫ് സെക്ടറുകളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന നിരക്ക് കുത്തനെ കുറഞ്ഞു. UAE വാർത്തകളിലേക്ക്. അബുദാബി എമിറേറ്റ്സിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാലയങ്ങളും സുരക്ഷാ ക്യാമറകളുടെ നിരീക്ഷണത്തിലാക്കുമെന്ന് അബുദാബി എഡ്യൂക്കേഷൻ കൌൺസിൽ അറിയിച്ചു. ഈ വർഷം അവസാനത്തോടെ എല്ലാ പൊതുവിദ്യാലയങ്ങളും സുരക്ഷാ ക്യാമറ സ്ഥാപിക്കുമെന്നാണ് അഡെക് വ്യക്തമാക്കിയിരിക്കുന്നത്. എണ്ണവില കുത്തനെ കുറഞ്ഞതോടെ ഗൾഫ് സെക്ടറുകളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന നിരക്ക് കുത്തനെ കുറഞ്ഞു. ഗൾഫ് വിമാന കമ്പനികളാണ് ഇന്ത്യയിലേക്കുള്ള നിരക്ക് കുത്തനെ കുറച്ചിട്ടുള്ളത്. ഇന്ത്യയിലേക്കുള്ള വിമാന നിരക്ക് 14.5% വരെ കുറവാണെന്നാണ് റിപ്പോർട്ട്. ലോകത്തെ ഏറ്റവും ദീർഘമേറിയ യാത്രാ സർവീസ് ദുബായിൽ നിന്ന് ന്യൂസിലാൻഡിലെ ഓക്ലൻഡിലേക്ക് എമിറേറ്റ്സ് തുടങ്ങി. 14,200 കിലോമീറ്റർ നിർത്താതെ പറന്നാണ് എമിറേറ്റ്സിന്റെ എയർബസ് A380 വിമാനം ഓക്ലാൻഡിലെത്തിയത്. അനധികൃത ഡീസൽ വ്യാപാരം കണ്ടെത്താൻ ദുബായിലെ 12 കമ്പനികളിൽ അധികൃതർ പരിശോധന നടത്തി. 8 സർക്കാർ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കമ്പനികൾക്ക് പിഴയും ചുമത്തിയിട്ടുണ്ട്.
UAE-യിലെ ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ CBSE വാർഷിക പരീക്ഷ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. 12ാം തരം പരീക്ഷയാണ് തുടങ്ങിയത്. 1.5 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്നതാണ്. ഇംഗ്ലീഷ് എലക്ടീവ് C പരീക്ഷയോടെയായിരുന്നു തുടക്കം. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. ICF നോളജ് സെൽ സംഘടിപ്പിക്കുന്ന പണ്ഡിത സംഗമം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ദുബായ് മർക്കസിൽ നടക്കുന്നതാണ്. പ്രമുഖ പണ്ഡിതനും എഴുത്തുകാരനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുസാവറ അംഗവും കോടമ്പുഴ ദാറുൽ മആരിഫ് ജനറൽ സെക്രട്ടറിയുമായ കോടമ്പുഴ ബാവ മുസ്ലിയാർ ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ എന്ന വിഷയത്തിൽ പഠന ക്ലാസിന് നേതൃത്വം നൽകുന്നതാണ്. KMIC ന്യൂസിനു വേണ്ടി ഇബ്രാഹിം മേലേപ്പാറ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. ധാർമ്മിക വിപ്ലവം ചോര വീഴ്ത്തും ആയുധമല്ല വിപ്ലവത്തിൻ ജയശക്തി. നാട്ടിൽ ഭീതി വിതയ്ക്കാനല്ല നാം ഒരുക്കിയ സമരവഴി. ചോര വീഴ്ത്തും ആയുധമല്ല വിപ്ലവത്തിൻ ജയശക്തി. നാട്ടിൽ ഭീതി വിതയ്ക്കാനല്ല നാം ഒരുക്കിയ സമരവഴി. തോൽക്കും പോർവീതികളിൽ നാക്കുകൾ വിജയം കൊയ്യും. വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. തോൽക്കും പോർവീതികളിൽ നാക്കുകൾ വിജയം കൊയ്യും. വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. ധാർമ്മിക വിപ്ലവം സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മഹല്ല് മദ്രസ ശാക്തീകരണത്തിനായി നാളെ സംസ്ഥാന വ്യാപകമായി മദ്രസാ ദിനം ആചരിക്കുന്നു. മദ്രസ മുഅല്ലിം, മസ്ജിദ് ഇമാം, ഖതീബ്, മുദരിസ്, മുഅല്ലിം, മുഫത്തിഷ് തുടങ്ങിയ ഉസ്താദുമാർക്ക് സ്ഥിരം ക്ഷേമ പെൻഷൻ, മാതൃകാ മഹല്ല്, മദ്രസ സംവിധാനിക്കാൻ ഗ്രാന്റ്, മദ്രസ നവീകരണത്തിന് ധനസഹായം, മഹല്ല് രേഖകൾ ഏകീകരിക്കാൻ നിക്കാഹ് രജിസ്റ്റർ, അക്കൌണ്ട് ബുക്ക്, റെക്കോർഡുകളുടെ സൌജന്യ വിതരണം, 1000 മഹല്ലുകളിൽ ഈ മഹല്ല് സംവിധാനം, സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ, പുസ്തക CD പ്രസാദനം തുടങ്ങി SME നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടിയാണ് നാളെ മദ്രസാ ദിനം ആചരിക്കുന്നത്. ഖതീബുമാർ ജുമുഅയ്ക്ക് ശേഷം മദ്രസാ ദിനം വിശദീകരിക്കുകയും സംഭാവന സ്വീകരിക്കുകയും ചെയ്യണം. സംഘടനാ പ്രവർത്തകർ അങ്ങാടികളിൽ ബക്കറ്റ് പിരിവ് നടത്തിയും സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കി നൽകിയ കവറുകൾ മദ്രസാ വിദ്യാർത്ഥികളിലൂടെയും മറ്റും വീടുകളിലെത്തിച്ചും സംഭാവനകൾ സ്വീകരിക്കണം. എല്ലാ മഹല്ല്, മസ്ജിദ്, മദ്രസ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപന കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരും പ്രസ്ഥാന ബന്ധുക്കളും സ്നേഹജനങ്ങളും മദ്രസാ ദിനം വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന പ്രസിഡന്റ് അലി ബാഫഖ് തങ്ങൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് KP ഹംസ മുസ്ലിയാർ ചിത്താരി, SMA സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ജനറൽ സെക്രട്ടറി KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി എന്നിവർ അഭ്യർത്ഥിച്ചു. ദക്ഷിണേന്ത്യയിലെ ഉന്നത മതബൌദ്ധിക കലാലയമായ ജാമിയ സഅദിയ അറബിയക്ക് ന്യൂഡൽഹിയിലെ യമൻ എംബസിയുടെ അംഗീകാരം. യമനിലെ വിവിധ സർവകലാശാല, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി വിജ്ഞാനവിനിമയത്തിനും വിദ്യാർത്ഥി ഗവേഷക കൈമാറ്റത്തിനും ജാമിയ സഅദിയക്ക് ഇതോടെ അവസരമൊരുങ്ങുകയാണ്. അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഫോറവും സഅദിയയും സംയുക്തമായി ഫെബ്രുവരിയിൽ കാസർകോട് സംഘടിപ്പിച്ച ഇന്റർനാഷണൽ അറബിക് കോൺഫറൻസിലാണ് യമൻ അധികൃതർ വിജ്ഞാനവിനിമയ സഹകരണത്തിന് താൽപര്യം പ്രകടിപ്പിച്ചത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെ യമൻ കൾച്ചറൽ കൌൺസിലിൽ നടന്ന ചടങ്ങിൽ പ്രത്യേക അഭിനന്ദന പത്രവും പുരസ്കാരവും യമൻ സ്ഥാനപതി സയ്യിദ് മാസിൻ മഹദി ഹൈദ്രോസ് അൽ ജിഫ്രി, ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്നലെ കാസർകോട് നടന്ന ചടങ്ങിൽ അലിഫ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ മഹമ്മൂദ് സാഹിബ്, വടകര ജാമിയ സഅദിയ പ്രസിഡന്റ് സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോരിന് പുരസ്കാരവും അഭിനന്ദന പത്രവും കൈമാറി. അലിഫ് ഡയറക്ടർ അമീൻ മുഹമ്മദ് ഹസൻ സഖാഫി
സഖാഫി, സൈദിയ ഓർഗനൈസിംഗ് ഡയറക്ടർ അബ്ദുൽ ഗഫാർ സൈദി, ഇംഗ്ലീഷ് മീഡിയം മാനേജർ അബ്ദുൽ വഹാബ് തൃക്കരിപ്പൂർ, സൈദിയ മുദരിസ് അബ്ദുൽ ലത്തീഫ് സൈദി കൊട്ടില തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രവാസികളെ കൊള്ളയടിക്കുന്ന വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ തയ്യാറാവണമെന്ന് SYS ആവശ്യപ്പെട്ടു. കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ളതിനേക്കാൾ 3 ഇരട്ടി നിരക്ക് ഈടാക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതും കടുത്ത വിവേചനപരവുമാണ്. നാടിന്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന പ്രവാസികളെ സഹായിക്കുന്നതിന് പകരം പൊതുമേഖലാ കമ്പനികൾ തന്നെ പകൽക്കൊള്ള നടത്തുന്നതിനെതിരെ മുഴുവൻ ജനവിഭാഗങ്ങളും രംഗത്തുവരണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു. മലപ്പുറം ജില്ലാ യോഗത്തിൽ സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി അധ്യക്ഷത വഹിച്ചു. M. അബൂബക്കർ മാസ്റ്റർ, T. അലവി പുതുപ്പറമ്പ്, സയ്യിദ് സീദി കോയത്തങ്ങൾ, EK മുഹമ്മദ് കോയ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് വീണ്ടും പിളർന്നു, വിമതർ പാർട്ടി വിട്ടു. മഹല്ല് മദ്രസ ശാക്തീകരണത്തിനായി നാളെ സംസ്ഥാന വ്യാപകമായി മദ്രസാ ദിനം ആചരിക്കുന്നു, വിജയിപ്പിക്കണമെന്ന നേതാക്കൾ. JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യ കുമാർ ജയിൽ മോചിതനായി. ചിലരുടെ അപകർഷതാബോധം പാർലമെന്റ് നടപടികളെ തടസ്സപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട്ട് നിന്ന് ഗൾഫിലേക്കുള്ള വിമാന നിരക്ക് വർധന 3 ഇരട്ടി. എണ്ണവില ഇടിവിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന നിരക്ക് കുത്തനെ കുറഞ്ഞു. ഏതെങ്കിലും വ്യക്തികൾ പോകുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരള കോൺഗ്രസ് UDFന്റെ അവിഭാജ്യ ഘടകമാണ്. കേരള കോൺഗ്രസുമായി UDFന് ഒരു പ്രശ്നവുമില്ല. UDF ഒറ്റക്കെട്ടാണെന്നും ഭരണനേട്ടം മുൻനിർത്തിയാണ് മുന്നണി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. പാണക്കാട് ചേർന്ന യോഗത്തിലാണ് പട്ടിക പുറത്തുവിട്ടത്. ദേളി ജാമിയ സഅദിയ അറബിയയ്ക്ക് യമൻ എംബസിയുടെ അംഗീകാരം. പ്രവാസികളെ കൊള്ളയടിക്കുന്ന വിമാന കമ്പനികളെ നിലക്കുനിർത്തണമെന്ന് SYS. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.